ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ 2024 CHSലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറയുന്നത് മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി 2400 ആദ്യത്തെ 4 മാസത്തേക്ക്, 2750 അടുത്ത 5 മാസത്തേക്ക്, 3550 അടുത്ത 3 മാസത്തേക്ക്. ഓക്കെ, ആദ്യത്തെ 4 മാസത്തേക്ക് 2500, ദെൻ അടുത്ത 5 മാസത്തേക്ക് 2750, ദെൻ അടുത്ത 3 മാസത്തേക്ക് 3550. ടോട്ടൽ സേവിങ് 5500. ടോട്ടൽ സേവിങ് 5500. സോ ആവറേജ് സേവിങ് എന്ന് പറയുമ്പോൾ 5500/12 എന്ന് നമുക്ക് എടുക്കാം. നമുക്ക് വേണ്ടത് ആവറേജ് മന്ത്ലി ഇൻകം. അപ്പോൾ ഇൻകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ്. ആവറേജ് എടുക്കുമ്പോഴും ഇത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാരണം എല്ലായിടത്തും /12 വരും. സോ ആവറേജ് എക്സ്പെൻഡിച്ചർ പ്ലസ് ആവറേജ് സേവിങ്സ് കൂട്ടിയാലും നമുക്ക് ആവറേജ് ഇൻകം കിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ആദ്യം ആവറേജ് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാൻ പോവാം. കാരണം ആവറേജ് സേവിങ്സ് ഓൾറെഡി കയ്യിലുണ്ട്. ഇനി ആവറേജ് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചാൽ മതി. അതിനായിട്ട് ഞാൻ സപ്പോസ് വിചാരിക്കുവാണ് 2750 മൊത്തത്തിലുള്ള ആവറേജ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 250 കുറവാണ്. അങ്ങനെ 4 മാസമുണ്ട്. പ്ലസ് ഇവിടെ 2750-നേക്കാളും 800 കൂടുതലാണ്. അങ്ങനെ 3 മാസമുണ്ട്. ഇതെന്ത് ചെയ്യണം? മൊത്തം മാസത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ ഒരു മെത്തേഡിന് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. സോ 2750 പ്ലസ് ഇവിടെ 2400, 1000, 1400/12. ഇതായിരിക്കും ആവറേജ് എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നത്. ദെൻ ആവറേജ് എക്സ്പെൻഡിച്ചർ ഉണ്ട്. സോ നമുക്കിനി സേവിങ്സ് ഇൻകം കിട്ടാൻ വേണ്ടി ആവറേജ് എക്സ്പെൻഡിച്ചറിൻ്റെ കൂടെ ഞാൻ സേവിങ്സ് ആഡ് ചെയ്യുന്നു. ആവറേജ് സേവിങ്സ്. ഓക്കെ, ഇനി ഇവിടെ ഇപ്പോൾ /12 2 ഐറ്റം ഉണ്ട്. അവിടെ 6900 വരും. 6000 കൂട്ടിക്കഴിയുമ്പോൾ 5500-ഉം 1400 കൂടി കൂട്ടിക്കഴിയുമ്പോൾ 6900 വരും. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 പ്രാവശ്യം പോകും. 60 വന്നു, ദെൻ 90 വന്നു. 90 വന്നു കഴിയുമ്പോൾ നമുക്കതിനകത്ത് 7 പ്രാവശ്യം പോകും. 84 വന്നു, ദെൻ 60, 5, 575 വരും. 575 വരും. അപ്പോൾ ഈ 2 ടേമുകൾ മാറ്റി എനിക്ക് 575 എന്ന് എഴുതാം. 575 എന്ന് എഴുതാം. ദെൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 5 വരും, 2 വരും, ദെൻ വീണ്ടും ഒരു 3 വരും. 3325 ആയിരുന്നു ഇതിൻ്റെ ഫൈനൽ ആൻസറായിട്ട് വന്നത്. 3325 ആയിരുന്നു ഫൈനൽ ആൻസറായിട്ട് വന്നത്. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു വഴി.